സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് 4-ാം ദിനം 674 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാമത്. 663 പോയിന്റുകളുമായി പാലക്കാടും കോഴിക്കോടുമാണ് തൊട്ടു പിന്നിൽ. നാടകവും മോണോ ആക്റ്റും മിമിക്രിയും സംഘനൃത്തവും ഇന്ന് വേദിയിലെത്തും. കലോത്സവ വേദിയിൽ നിന്ന് ശ്രീകുമാരനും അജീഷ് ജയകുമാറും കീർത്തന കേശവനും ചേരുന്നുണ്ട്. ആദ്യം ശ്രീകുമാരനിലേക്കാണ്. ശ്രീജിത്ത്, കലോത്സവം കൊടിയിറങ്ങാൻ ഇനി ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അവസാനത്തെ പോയിന്റ് നില നോക്കുമ്പോൾ ജില്ലകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരം അതെങ്ങനെയാണ്? ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം ഗോകുൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ്. കണ്ണൂർ ജില്ല ഒരു വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന ജില്ല തന്നെയാണ്. ചേകവന്മാരുടെ നാട്ടിൽ നിന്നെത്തിയ ആ കുട്ടികൾ വലിയ തോതിൽ ഒരു പോരാട്ടം കൊല്ലത്തും ഈ കായലിൻ്റെ മണ്ണിലും നടത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 674 പോയിന്റാണ് ഈ കണ്ണൂർ ജില്ല ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പുതിയ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അവസാനം തീർന്ന മത്സരങ്ങളുടെ പോയിന്റുകളടക്കം അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത അക്കാര്യത്തിൽ ലഭിക്കും. 663 പോയിന്റുകളുമായി പാലക്കാട് ജില്ലയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയും കഴിഞ്ഞ തവണത്തെ വിജയികളായ കോഴിക്കോട് ജില്ലയും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാഴ്ച. 646 പോയിന്റുമായി തൃശ്ശൂർ ജില്ലയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആതിഥേയരായ കൊല്ലം 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ പോയിന്റ് പട്ടിക സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇനിയും ഗ്ലാമർ ഇനങ്ങളും അതുപോലെ തന്നെ നാടകം, ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരങ്ങളൊക്കെ ഉണ്ട്. അത് കോഴിക്കോടിൻ്റെയും പാലക്കാടിൻ്റെയും കണ്ണൂരിൻ്റെയും തൃശ്ശൂരിൻ്റെയും കൊല്ലത്തിൻ്റെയും ഒക്കെ നിരവധി കുട്ടികൾ അതിൽ മത്സരിക്കാനുണ്ട്. അപ്പീലുകളുടെ റിസൾട്ട് ഇനിയും വരാനുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായി പോയിന്റ് നിലകളിൽ മാറ്റം വരും. എന്തായാലും ഒരു ശക്തമായ മത്സരം തന്നെ കൊല്ലത്ത് നടക്കുന്നു. ആ ശക്തമായ മത്സരത്തിൽ അവസാന നിമിഷം, അതായത് നാളെ അടുത്ത ദിവസം മാത്രമേ, ഈ ഒരു ഘട്ടത്തിൽ അവസാന ദിവസം മാത്രമേ പോയിന്റ് പട്ടികയിൽ ആര് മുന്നിൽ വരും, സ്വർണ്ണക്കപ്പ് ആര് നേടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അപ്പീലുകളുടെ പ്രളയമെന്ന് പറയാനില്ലെങ്കിലും അപ്പീലുകൾ തീരെ കുറവല്ല കൊല്ലത്ത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാന വേദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശരി, അജീഷ് ജയകുമാറിലേക്ക് പോകുന്നു. അജീഷ്, ശനിയാഴ്ച ഇന്നലെ വലിയ തിരക്ക് കണ്ടു. 24 പവലിയന് മുന്നിലും ആ തിരക്ക് പ്രകടമായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസം. വലിയ ഒരു ജനപങ്കാളിത്തം, തിരക്ക് പ്രതീക്ഷിക്കുന്നില്ലേ ഇന്നും? ഗോകുൽ, ഈ കലോത്സവം തുടങ്ങിയ ആദ്യ 2 ദിവസങ്ങളിൽ ഈ പ്രധാന വേദി, ഒന്നാം വേദിയായ ONV സ്മൃതിയിലൊഴികെ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്ന വേദികളിലൊക്കെ കാഴ്ചക്കാർ വളരെ കുറവായിരുന്നു. ഈ രണ്ടാം ദിവസം കഴിഞ്ഞ് ഇന്നലെ പക്ഷേ ഈ പ്രധാനപ്പെട്ട വേദിയിലും ONV സ്മൃതിയിൽ മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്ന, മത്സരങ്ങൾ നടക്കുന്ന വേദികളിലടക്കം വലിയ തിരക്കുകളുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരെ ടൗൺ ഹാളിൽ ഒപ്പന മത്സരം നടക്കുമ്പോൾ ആ ടൗൺ ഹാൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു നിന്നിരുന്നു. അങ്ങനെ ഈ ശനിയാഴ്ച ദിവസം വലിയ തിരക്കായിരുന്നു. പല പ്രധാന പരിപാടികളിലും മത്സരങ്ങൾ നടന്ന വേദികളിലുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതലും നമ്മൾ തിരുവനന്തപുരം പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ഒരു ജില്ല കൂടിയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർ ഈ പ്രവൃത്തി ദിനങ്ങളുടെ ഒരു ക്ഷീണം മാറ്റാൻ, ആലസ്യം മാറ്റാൻ, ഈ കലോത്സവത്തെ കൂടുതൽ വിജയിപ്പിക്കാൻ കൂടുതൽ ആളുകൾ ഈ കലോത്സവത്തിലെ മത്സരങ്ങൾ കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വൈകിട്ടൊക്കെ ഈ മാധ്യമങ്ങളുടെ ഈ പവലിയനിരിക്കുന്ന മേഖലയിൽ 24-ൻ്റെ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ വലിയ കലാപരിപാടികൾ അവതരിപ്പിച്ച് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന 100 കണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത്. ഈ ആശ്രാമം മൈതാനം ഇന്നലെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ആളുകളെ കൊണ്ട് നിറഞ്ഞത്. അത്രയ്ക്കും ആളുകളാണ് ഈ കൊല്ലത്തെ ഈ പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തിച്ചേർന്നത്. മറ്റു പരിപാടികളിലും എന്നും ഇതേപോലെ തന്നെ തിരക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശരി, ഇന്ന് ഏതൊക്കെ ഇനങ്ങളാണ് വേദിയിലെത്തുന്നതെന്ന് കൂടി അറിയാം. കീർത്തന കേശവൻ ചെയ്യുന്നുണ്ട്. കീർത്തന, ഇന്നും ഏറെ ജനപ്രിയമായ ഇനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? അതെ ഗോകുൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തിൻ്റെ പുറത്താണ്. ONV സ്മൃതി അതിനെ പുറത്താണ് നിൽക്കുന്നത്. പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്തായി ഇന്നും ജനപ്രിയ മത്സരങ്ങളാണ് അരങ്ങേറുക. പ്രധാന വേദിയിൽ ഇന്ന് രാവിലെ തന്നെ നല്ല മത്സരങ്ങളാണ്. ഹൈസ്കൂൾ വിഭാഗം ഗേൾസിൻ്റെ മോഹിനിയാട്ട മത്സരങ്ങളൊപ്പം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വേദിയിൽ അരങ്ങേറുന്നത് നാടോടി നൃത്ത മത്സരങ്ങളുണ്ട്. ഒപ്പം സംഘനൃത്തം, ഞാൻ നേരത്തെ പറഞ്ഞത് മോഹിനിയാട്ടം എന്നാണ്, ഭരതനാട്യമാണ്. ഹൈസ്കൂൾ ഗേൾസിൻ്റെ ഭരതനാട്യമാണ് വേദി ഒന്നിൽ രാവിലെ അരങ്ങേറുന്നത്. ഒപ്പം ജനപ്രിയ ഇനങ്ങളായ നാടകം, ചവിട്ട് നാടകം, കോൽക്കളി, കഥാപ്രസംഗം, മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ മത്സരങ്ങളും ഇന്ന് അരങ്ങേറുന്നുണ്ട്. വേദി 2-ൽ ഇന്ന് മത്സരങ്ങളൊന്നും ചാർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പ്രധാന വേദിയിലും മറ്റു വേദികളുമായി വലിയ തരത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ, ശരി, ഏതായാലും കലോത്സവം ഇന്നും നാളെയും കൂടി മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ദിവസമാണ്. കൂടുതൽ ആളുകൾ ഇന്ന് കലോത്സവ നഗരിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു.
24 അഞ്ചിന്റെ വജ്രത്തിളക്കം.